ഒരു പുതിയ വർഷം ദൈവം നമുക്ക് ദാനമായി നൽകി 2026 നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. 2025 പിന്നിടുമ്പോൾ കഴിഞ്ഞ നാളുകളിലൊക്കെ അനുഭവിച്ച ദൈവകൃപകൾ എത്ര വലുതാണ്. നന്ദിയോടെ നമുക്ക് ഓർക്കാം. പുതിയ വത്സരം നമുക്കെല്ലാവർക്കും അനുഗ്രഹകരമായി തീരട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പുതിയ വത്സരത്തിൻ്റെ ആശംസകൾ ഒക്കെ നേരുകയാണ്. സാധാരണയായി ഓരോ വർഷാവസാനത്തിലും ക്രിസ്മസ് ഒക്കെ കൊണ്ടാടുമ്പോൾ ആവർത്തിച്ച് നമ്മൾ കേൾക്കാറുള്ള ഒരു വാക്കാണ്, 2-3 വാക്കുകൾ. ഒന്ന്, ഭയപ്പെടേണ്ട. മറ്റൊന്ന്, ഒരു രക്ഷകൻ. 3, ദൈവം നമ്മോടുകൂടെ. ഒരു വർഷം അവസാനിച്ച് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആശങ്കകൾ ധാരാളം ഉണ്ടാകാം. പുതിയ വർഷം എന്താണ്, എങ്ങനെയാണ്, നമുക്ക് ആർക്കും അറിയില്ല. അവിടെയാണ് ഭയപ്പെടേണ്ട എന്നുള്ള വാക്കിൻ്റെ വലിയ പ്രസക്തി. ഭയപ്പെടാതെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാത്രമല്ല, ഒരു രക്ഷകൻ നമുക്കുണ്ട് എന്നുള്ള ഒരു വലിയ പ്രഖ്യാപനമാണ് ഒരു വർഷത്തിൻ്റെ അവസാനം. ദർ ഈസ് എ സേവിയർ ഫോർ ദ ഹോൾ വേൾഡ്. ഒരു രക്ഷകൻ നമുക്കുണ്ട്. എത്രയോ സന്തോഷകരമായ, എത്രയോ ഉത്സാഹജനകവും പ്രോത്സാഹജനകവുമാണ്. വി ഹാവ് എ സേവിയർ ഹു സേവ്സ് അസ്. എല്ലാ അനുഭവങ്ങളിലും ഒരു രക്ഷകൻ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം, ആ ഒരു ബോധ്യത്തോടാണ് നമ്മൾ പുതിയ വർഷം പ്രവേശിപ്പാനിടയാകുന്നത്. അതിലുപരി ദൈവം നമ്മോടുകൂടെ. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. അവിടെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭയപ്പെടാതെ ഒരു രക്ഷകൻ നമുക്കൊക്കെ ഉണ്ട് എന്നുള്ള ഉറപ്പോടുകൂടി, ഒരു ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പോടുകൂടി ആരംഭിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രകാരം സാധാരണ ഓരോ പുതിയ വർഷത്തിലും ഞാൻ ഓർക്കാറുണ്ട്, എന്താണ് ഭാവി നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ല. We do not know what the future holds for us. ഭാവി എന്താണ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എനിക്കും അറിയില്ല, നമുക്ക് ആർക്കും അറിയില്ല. വാട്ട് ഈസ് എ ഹെഡ് ഓഫ് അസ്. 7 ദിവസം പിന്നിട്ടതേ ഉള്ളൂ ഈ വർഷത്തിൻ്റെ 365 ദിവസത്തിൽ. എന്നാൽ വി ആർ ഷുവർ ഹു ഹോൾഡ്സ് ദ ഫ്യൂച്ചർ. നമുക്കൊരു ഉറപ്പുണ്ട് ആരാണ് ഈ ഭാവിയെ നിയന്ത്രിക്കുന്നതെന്ന്. അതാണ് നമുക്ക് ധൈര്യം നൽകുന്നത്. ഭാവി എന്താണ്, 2026 എന്താണ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതെന്ന് എനിക്കോ നിങ്ങൾക്കോ ആർക്കും അറിവില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ പ്രവചിക്കാവുന്നവരാരുമില്ല. അതുകൊണ്ട് ആശങ്കയ്ക്ക് വകയുണ്ടോ? അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം ഈ ഭാവിയെ നിയന്ത്രിക്കുന്നൊരു ദൈവം. ആരാണ് ഭാവിയെ നിയന്ത്രിക്കുന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. പ്രസന്നായ വിശുദ്ധ പൗലോസ് തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ കാപ്പാൻ അവൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു. ഈ ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കാനാണ് ഈ കൺവെൻഷനുകളൊക്കെ. ആരെയാണ് നാം വിശ്വസിച്ചിരിക്കുന്നത് എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാകുക. 2026 നിയന്ത്രിപ്പാൻ കഴിവുള്ള ഒരു ദൈവത്തിലാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. ഈ ഒരു ഉറപ്പാണ്. ഈ ഒരു ഉറപ്പോടുകൂടെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ നമുക്കിടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് 2026 പ്രവേശിക്കുമ്പോൾ കർത്താവേ, ഈ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് തരണമേ, ഈ ഒരു അഷ്വറൻസ് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ വിശ്വസിക്കുന്നൊരു ദൈവം, ആ ദൈവമാണ് ഈ ഭാവിയെ നിയന്ത്രിക്കുന്നത്. ആ ഉറപ്പോടുകൂടി പ്രത്യാശയോടെ പുതിയ വർഷം ആരംഭിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഭദ്രാസനം, കോട്ടയം കൊച്ചി ഭദ്രാസനം വളരെ വിസ്തൃതമാണ്, നമുക്കറിയാം. മല്ലപ്പള്ളി മുതൽ മൂന്നാർ വരെയും അല്ലെങ്കിൽ ചാലക്കുടി വരെയും ഒക്കെ പടർന്നു കിടക്കുന്ന വിസ്തൃതമായൊരു ഭദ്രാസനം. 5 ജില്ലകളിലായി വ്യാപരിച്ച് കിടക്കുന്ന ഒരു ഭദ്രാസനമാണ്. അതുകൊണ്ട് തന്നെ ഭദ്രാസനമായി ഒരു എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടിയുള്ള ഒരു കൂടിവരവ് അത്ര നിസ്സാരമല്ല, അത് ശ്രമകരമാണ്.
എങ്കിൽ പോലും ഇന്നത്തെ യോഗത്തിൽ എറണാകുളം മേഖലയിൽ നിന്നും അതുപോലെ തന്നെ പെരുമ്പാവൂർ ആ പ്രദേശങ്ങളിൽ നിന്നും ഹൈറേഞ്ച് മേഖലയിൽ നിന്നും ഒക്കെ മല്ലപ്പള്ളി പ്രദേശത്തു നിന്നുമൊക്കെ നമ്മുടെ ആളുകൾ കടന്നു വന്നിട്ടുണ്ട് എന്ന് കാണുന്ന വളരെ സന്തോഷകരമാണ്. ഭദ്രാസനത്തിൽ ഓരോ മേഖലകളിലും നമുക്ക് കൺവെൻഷനൊക്കെ നടക്കുന്നുണ്ട്. 100 വർഷം പിന്നിട്ടതായിട്ട് വടക്കൻ തിരുവിതാംകൂർ കൺവെൻഷൻ, ഹൈറേഞ്ച് മേഖലയിൽ നടന്നു വരുന്നതായിട്ട് കൺവെൻഷൻ, കോട്ടയം പുതുപ്പള്ളി സെൻറ്ററിൻ്റെ കൺവെൻഷൻ നടക്കാനായിട്ട് പോകുന്നു. മല്ലപ്പള്ളിയിൽ നമ്മുടേതായി മാത്രമല്ലെങ്കിൽ ഒരു എക്യൂമെനിക്കൽ കൺവെൻഷൻ വർഷങ്ങളായി നടന്നു വരുന്നു. അതുകൊണ്ട് ഓരോ മേഖലകളിലും നമ്മുടെ ഇടവകൾ നടത്തുന്ന കൺവെൻഷന് പുറമേ കൂട്ടമായി കൂടി വരാനുള്ള ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെ ഒരു പരിസമാപ്തി പോലെയാണ് നമ്മുടെ ഈ ഭദ്രാസന കൺവെൻഷൻ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഇന്ന് ആരംഭിക്കുന്ന ഈ കൺവെൻഷൻ, ഞായറാഴ്ച വരെയുള്ള ഈ കൺവെൻഷനിൽ ഭദ്രാസനത്തിൻ്റെ എല്ലായിടങ്ങളിലും കഴിവോടത്തോളം ആളുകൾ, പട്ടക്കാരുൾപ്പെടെ സുവിശേഷർ ഉൾപ്പെടെ വിശ്വാസ സമൂഹം വന്നു ചേരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഭദ്രാസനങ്ങൾ ഇന്ന് നമ്മൾ ഭദ്രാസന കൺവെൻഷൻ ആരംഭിക്കുമ്പോൾ തന്നെയാണ് അടൂർ ഭദ്രാസനത്തിൻ്റെ കൺവെൻഷൻ ആരംഭിക്കുന്നത്, എരണമാരാവൺ ഭദ്രാസനത്തിൻ്റെ കൺവെൻഷൻ ആരംഭിക്കുന്നത്. തുടർന്നുള്ള നാളുകളിലൊക്കെ ഭദ്രാസനങ്ങളുടെയൊക്കെ ഒരു കൺവെൻഷൻ്റെ സമയമാണ്. അതിൻ്റെയൊക്കെ ഒരു സമാപനമായിട്ടാണ് നമ്മുടെ മാരാമൺ കൺവെൻഷൻ. വചനത്തിൻ്റെ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള വ്യാഖ്യാനം അങ്ങോളം ഇങ്ങോളം നമുക്ക് ശ്രവിക്കുവാനും അതിനനുസരിച്ച് നമ്മളെ രൂപപ്പെടുത്താനും ഒക്കെ അവസരങ്ങൾ ധാരാളം വചന കേൾവിയിലൂടെ ലഭിക്കുന്നുണ്ട്. ആ വിധത്തിൽ നമ്മുടെ ഈ കൂടിവരവൊക്കെ നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ മെത്രാപ്പൊലീത്ത തിരുമേനി ആദ്യ ദിവസം വരണമെന്ന് നമ്മൾ ആഗ്രഹിച്ചുവെങ്കിലും ഇന്ന് വരാൻ കഴിയാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 9-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ടത്തെ യോഗത്തിൽ പ്രിയപ്പെട്ട തിരുമേനി സംബന്ധിക്കുന്നതും അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നതാണ്. ഇവിടെ നമ്മുടെ സെക്രട്ടറി അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നാളെ രാവിലെ മുതൽ നമ്മുടെ യോഗങ്ങളൊക്കെ കൂടിവരവുകളൊക്കെ ആരംഭിക്കുകയാണ്. തുടർച്ചയായി 3 ദിവസങ്ങൾ രാവിലെ നമുക്ക് ബൈബിൾ ക്ലാസ് ഉണ്ട്. താല്പര്യമുള്ളവർ, സമയമുള്ളവർ വേദ പഠനത്തിനായിട്ട് ആ കൂടിവരവിലൊക്കെ സംബന്ധിക്കണമേ എന്ന് ഓർപ്പിക്കുകയാണ്. പകൽ യോഗങ്ങൾ നാളെ മുതൽ ആരംഭിക്കുന്നുണ്ട്. ആദ്യം ഡി അഡിക്ഷൻ്റെ മീറ്റിംഗ് മുതൽ, വികസന സമിതിയുടെ മീറ്റിംഗ് മുതൽ വൈകിട്ടത്തെ രാത്രി യോഗങ്ങളും, വെള്ളിയാഴ്ച രാവിലത്തെ സേവ്യാസംഘത്തിൻ്റേത്, യുഎൻഎസ്ക്കും സന്നദ്ധ സുവിശേഷ സംഘം ഉൾപ്പെടെയുള്ള യോഗങ്ങൾ, ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാന, ഈ യോഗങ്ങളെല്ലാം തുടർച്ചയായി ഞായറാഴ്ച ഉച്ച വരെ നടക്കുകയാണ്. ഈ കൂടിവരവിലൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും താല്പര്യപൂർവമായ പങ്കാളിത്തം ഉണ്ടാകണമേ എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കുടുംബ സംഗമമായി കാണാം. ഒരു ദിവസം കുടുംബ സംഗമമെന്നല്ല ഉദ്ദേശിക്കുന്നത്, ഞായറാഴ്ച ഒരു കുടുംബ സംഘമായിട്ടല്ല ഉദ്ദേശിക്കുന്നത്. ഇന്ന് മുതൽ നമ്മുടെ ഒരു കുടുംബ സംഘമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിയുന്നിടത്തോളം വരണം. എത്ര കുട്ടികൾ ഇന്ന് ഈ പള്ളിയിൽ വന്ന് ഈ പന്തലിലുണ്ടെന്ന് ചോദിച്ചാൽ വിരളയിലെണ്ണാൻ പോലും ഇല്ല എന്നെനിക്കറിയാം. അത് ശനിയാഴ്ചത്തേക്ക് മാത്രം മാറ്റി വെച്ചിരിക്കുക. കുട്ടികൾ കാണാനേ ഇല്ല നമ്മുടെ കൺവെൻഷനുകൾ. അങ്ങനെയൊന്നും അല്ലായിരുന്നു ഒരു കാലത്ത്. നമ്മുടെ യുവജനങ്ങൾ എന്തിയെ എന്ന് ചോദിച്ചാലും നമ്മൾ നിരാശരാകും. എവിടെ? അതുകൊണ്ട് തന്നെ ഈ യോഗങ്ങളൊക്കെ കുട്ടികളുണ്ട്. അവിടെയൊക്കെ കുറച്ച് കുട്ടികളൊക്കെ, മുമ്പിൽ തന്നെ 2 കുട്ടികൾ ഇരിപ്പുണ്ട്, അതെനിക്കറിയാം. വളരെ കുറച്ച് കുട്ടികൾ മാത്രമെന്ന് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഒരു കുടുംബ കൂടിവരവായിട്ട് ഇതിനെ കാണണം. നമ്മുടെ കുഞ്ഞുങ്ങൾ, സമയമുള്ളവർ, കഴിവുള്ളവർ, താല്പര്യമുള്ളവർ, അല്ലെ താല്പര്യം ഉളവാക്കി കുഞ്ഞുങ്ങളെ കൂടെയൊക്കെ യോഗത്തിന് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമ്മുടെ യുവജനങ്ങൾ ഈ മീറ്റിങ്ങിലൊക്കെ സംബന്ധിക്കണം. ആ വിധത്തിലൊക്കെ ഒരു കുടുംബ കൂടിവരവായി ഇതിനെ കാണാൻ ഇടയാകട്ടെ എന്നാഗ്രഹിക്കുകയാണ്. ദൈവത്തെ കൂടുതലായിട്ട് അറിയുവാൻ, നമ്മുടെ സഭയെ അറിയുവാൻ, സഭയുടെ ദൗത്യ നിർവഹണങ്ങളൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാൻ ഒക്കെ ഈ ദിവസങ്ങൾ സഹായകരമാണ്. ഇവിടെയുള്ള എല്ലാ സ്റ്റോളുകളും നമ്മുടെ ഭദ്രാസനത്തിൻ്റെ ചുരുക്കം ചില പ്രസ്ഥാനങ്ങളെയൊക്കെ പരിചയപ്പെടുത്തുന്ന സ്റ്റോളുകളാണ്. സൗകര്യം പോലെ നേരിട്ട് വന്ന് പന്തലിരുന്ന് പ്രസംഗം കേട്ടങ്ങ് മടങ്ങിപ്പോകാതെ ഒരല്പം നേരത്തെയൊക്കെ വന്ന് ഈ സ്റ്റോളുകളൊക്കെ ഒന്ന് സന്ദർശിച്ച് അവിടെ പ്രവർത്തിക്കുന്ന സുവിശേഷകരെയോ പ്രവർത്തിക്കുന്ന മിഷണറി അച്ഛന്മാരെയോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ ഡയറക്ടർമാരെയോ ഒക്കെ ഒന്ന് കാണുകയും ആ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ, ബ്രോഷറൊക്കെ വാങ്ങിക്കാനും ഒക്കെ സമയം എടുക്കണമേ എന്ന് ഞാൻ പ്രത്യേകമായിട്ടൊക്കെ ഓർപ്പിക്കുകയാണ്. ഇതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ വളരെ ഭംഗിയായി ചെയ്ത് കാണുന്നതിൽ ഞാൻ പ്രത്യേകമായി സന്തോഷിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ സാംസ്ലം ജയിക്കവച്ചൻ കഴിഞ്ഞ മെയ് മാസത്തിൽ നമ്മുടെ ഭദ്രാസനത്തിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ട് നടക്കുന്നൊരു കൺവെൻഷനാണ്. കാരണം മാരാവൺ ഭദ്രാസന സെക്രട്ടറി ആയിട്ടും ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന സെക്രട്ടറി ആയിട്ടും ദീർഘവർഷങ്ങൾ അനുഭവസമ്പന്നനായി പറയപ്പെട്ട അച്ഛൻ നമ്മുടെ വികാരി ജനറലായി ഇപ്പോൾ ചുമതല ഏറ്റെടുത്ത് വളരെ അനുഗ്രഹകരമായ നേതൃത്വം നിർവഹിക്കുന്നു.
പ്രിയപ്പെട്ട അലക്സ് അച്ഛൻ സെക്രട്ടറി എന്ന നിലയിൽ ധന്യമായിട്ട് നേതൃത്വം നൽകുന്ന ഇന്ന് അച്ഛനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ദിവസം. എല്ലാ ദിവസവും നല്ലതാണ്, എന്നാൽ ഇന്ന് കുറച്ചുകൂടെ നല്ല ദിവസമാണ്. ബർത്ത്ഡേ കൂടെയാണ്. അച്ഛന് എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. ഭദ്രാസന ട്രഷറർ അച്ഛന് എല്ലാ ആശംസകൾ. കൈയടിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, സന്തോഷം, വെരി ഗുഡ്. എല്ലാ ആശംസകളും നേരുന്നു. ഭദ്രാസന ട്രഷറർ പ്രിയപ്പെട്ട നോബിൾ തോമസ്, അതുപോലെ തന്നെ നമ്മുടെ ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ ചാരത്തും ദൂരത്തുമൊക്കെ എത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ നല്ല നേതൃത്വം, ധാരാളം സബ് കമ്മിറ്റികൾ, മനോഹരമായ ഗാനങ്ങൾ ചില മാസങ്ങളായി ഒത്തുവന്ന് പഠിച്ച് ഗാനം ആലപിക്കുന്ന ഗായകസംഘങ്ങൾ, അവരുടെയൊക്കെ സാന്നിധ്യം, അവരുടെയൊക്കെ പിന്നിലുള്ള അധ്വാനം, പ്രയത്നം, അതൊക്കെ ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു. പാട്ടുപുസ്തകമൊക്കെ നന്നായിട്ട് നമ്മുടെ പക്കലെത്താനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. പുതിയ പാട്ടുകളൊക്കെ പഠിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ ദിവസങ്ങളെ നമ്മുടെ വചന പ്രഘോഷണമൊക്കെ അനുഗ്രഹീതരായ പ്രഭാഷകരെ കണ്ടെത്താൻ നമ്മൾ മനഃപൂർവ്വമായി ശ്രമിച്ചിട്ടുണ്ട്. മാർത്തോമാസഭയിലെ ധന്യനായ ഒരു അനുഗ്രഹീതനായ പ്രഭാഷകനാണ് നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് അച്ഛൻ. അച്ഛൻ്റെ ഈ ദിവസങ്ങളിലെ ദൈവവചന പ്രഘോഷണമൊക്കെ അനുഗ്രഹകരമായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. അതിന് അവൻ, കർത്താവേ, ഞാനതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു. ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു. ഇത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് എത്രയോ വലിയ യാഥാർത്ഥ്യമാണ്. ഒരു വർഷം പിന്നിട്ട് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് വേണ്ടി എവിടെയോ ഒരു മധ്യസ്ഥത നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം. ആ ഭാഗത്തൊരു ഉപമയാണ് യേശു കർത്താവ് ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലൊരു ഉപമയാണ് നമ്മൾ വായിക്കുന്നത്. മുന്തിരി തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷം. മുന്തിരിത്തോട്ടത്തിൽ മുന്തിരിയാണ് സാധാരണ കാണുന്നത്. എന്നാൽ അവിടെ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം യാദൃശ്ചികമായി അവിടെ കിളിച്ചു വന്നതല്ലെന്നാണ്. നട്ടിരുന്നെന്ന് എടുത്തു പറയണമെങ്കിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം, പർപ്പസ്ഫുൾ പ്ലാന്റിങ് എന്ന് വേണമെങ്കിൽ പറയാം. മനഃപൂർവ്വമായി തോട്ടത്തിൻ്റെ ഉടയവൻ തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷം. ഈ അത്തിവൃക്ഷത്തെക്കുറിച്ച് തോട്ടത്തിൻ്റെ ഉടയവൻ്റെ പ്രതീക്ഷ ഫലം കായ്ക്കണം എന്നുള്ളതാണ്. നമ്മളാരും ഈ ലോകത്തിലായിരിക്കുന്നത് യാദർച്ഛികമല്ല. എന്നെയും നിങ്ങളെയും ദൈവം ഈ ലോകത്തിലാക്കിയിരിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം പർപ്പസ് ഡ്രിവൺ ലൈഫ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എല്ലാവരുടെയും ജീവിതത്തെക്കുറിച്ച് വ്യത്യസ്തതകളോടുള്ള ഉദ്ദേശങ്ങളായിരിക്കാം. നോബഡി ഈസ് ദ സെയിം. ആരും വേറൊരാളിനെ പോലെ അല്ല. ആരുടെയും കഴിവുകൾ വേറൊരാളിനെ പോലെ അല്ല. സാഹചര്യങ്ങൾ വേറൊരാളിനെ പോലെ അല്ല. ഒരാളായിരിക്കുന്ന പോലെ വേറൊരാളായിരിക്കാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. എല്ലാവരെക്കുറിച്ചും സൃഷ്ടാവായ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഫലം കായ്ക്കുന്നവരായി തീരണം എന്നുള്ളത്. എന്നാൽ ഇവിടെ ഉപമയിൽ പറയുന്ന ഫലം തെരഞ്ഞു വന്നു. തോട്ടത്തിൻ്റെ ഉടയവൻ നട്ടിരുന്നതായി അത്തിവൃക്ഷത്തിൽ ഫലം തെരഞ്ഞു വന്നു, കണ്ടില്ലതാനും. അപ്പോൾ ഒരു ന്യായവിധിയെക്കുറിച്ചുള്ള പ്രഖ്യാപനമാണ്. ന്യായവിധി ഒരു യാഥാർത്ഥ്യമാണെന്ന് വേദവസ്തം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ്. ഇത് വളരെ ക്രൂരമായ ഒരു ന്യായവിധിയാണ്. വെട്ടിക്കളയാം. ഈ പ്രദേശത്തെ മൊത്തം ഭൂമിയെ നിഷ്ഫലമാക്കുന്നു എന്ന് പറയുകയാണ്. നിഷ്ഫലമാക്കുന്നു. ഇംഗ്ലീഷിൽ പറയാം യൂസ്ലെസ് ലൈഫ് എന്ന് പറയും. ഒരു ഗുണവുമില്ല ജീവിച്ചിരുന്നിട്ട്. അവരവർക്ക് തന്നെയും ഇല്ല, മറ്റുള്ളവർക്കുമില്ല, ഒരു ഗുണവുമില്ലാതെയുള്ള ജീവിതം, യൂസ്ലെസ് ലൈഫ്. അവിടെയാണ് ഈ അത്തിവൃക്ഷത്തിന് വേണ്ടിയുള്ള മധ്യസ്ഥത. അതിനവൻ കിളച്ച് വളമിടുവോളം ഒരാണ്ട് കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം. 2026 പ്രവേശിക്കുമ്പോൾ നമുക്ക് വളരെ ചിന്തിപ്പിക്കുന്നതായ ഒരു ഭാഗമാണിത്. നമ്മളെ ഓരോരുത്തരെക്കുറിച്ചും ചിലപ്പോൾ ദൈവം ചിന്തിക്കുന്ന ഇതായിരിക്കാം. മേലാൽ കായ്ച്ചെങ്കിലോ, കിളച്ച് വളമിടുവോളം. കിളയ്ക്കുക, വളമിടുക എന്ന് പറയുന്നത് വളരെ വേദനാജനകമാണ്. ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം പ്രൂണിങ്, നമുക്കറിയാം ഈ സീസണൊക്കെ വരുമ്പോൾ റോസ ചെടികളൊക്കെ പ്രൂൺ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് പ്രൂൺ ചെയ്യുമ്പോൾ ഈ സസ്യത്തിന് ജീവനുണ്ടോ എന്നൊക്കെ നമുക്ക് സംശയം വരാം. അതിന് ജീവനുണ്ട്, അത് കരയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രൂൺ ചെയ്യുമ്പോൾ അല്ലേ, പ്രൂൺ ചെയ്യുന്നുണ്ട്. നല്ലപോലെ പ്രൂൺ ചെയ്യുമ്പോൾ അതിന് വേദന ഉണ്ടാകുന്നുണ്ട്. കിളയ്ക്കുമ്പോൾ, വളമിടുമ്പോൾ, വേരുകളൊക്കെ പൊട്ടുമ്പോൾ വേദന ഉണ്ടാകാറുണ്ട്. ഇതെല്ലാം ആവശ്യമാണ്. എന്തിനാണ്?
ഫലം പുറപ്പെടുവിക്കാനായിട്ട്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ചില പ്രൂണിങ്ങൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം, ചില മാനുവറിങ്ങൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ചു പോകാം, ദൈവം എന്നെ കൈവിട്ടു പോയോ? എൻ്റെ ഈ വേദനകൾ, എൻ്റെ ഈ പ്രയാസങ്ങൾ, എൻ്റെ ഈ ഭാരങ്ങൾ ഒക്കെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകാം. എന്നാൽ അത്തിവൃക്ഷം ഫലം കായ്ക്കുവാൻ വേണ്ടി കിളച്ച് വളമിടുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം. എന്തിനു വേണ്ടി? ഫലം കായ്ക്കുവാനായി. നമ്മളാകേണ്ടതുപോലെ ആയിത്തീരുവാൻ വേണ്ടി ജീവിതത്തിൽ തരുന്ന ചില അനുഭവങ്ങൾ. നമുക്ക് ഈ നാളുകളൊക്കെ അറിയാം. 2025 അവസാനമൊക്കെ വന്നപ്പോൾ വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഭയപ്പെടുന്ന ധാരാളം സംഭവങ്ങൾ കേരളത്തിലില്ലെങ്കിലും കേരളത്തിന് പുറത്തുനിന്നൊക്കെ കേൾക്കാനിടയായി. ഒരു വൈദികനെയും ഭാര്യയെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അറസ്റ്റ് ചെയ്ത മതപരിവർത്തനം അവരുടെ മേൽ പഴിചാരിക്കൊണ്ട് അവരെ അറസ്റ്റ് ചെയ്തതായിട്ടുള്ള സംഭവം. വടക്കേ ഇന്ത്യയിൽ ക്രിസ്മസ് കാലയളവിൽ റോഡരികിൽ ക്രിസ്മസ് ഫാദറിൻ്റെ തൊപ്പിയോ ക്രിസ്മസ് വേഷമോ അല്ലെങ്കിൽ സ്റ്റാറോ നക്ഷത്രമോ വിറ്റുകൊണ്ടിരുന്നപ്പോൾ വണ്ടി നിർത്തി ഇവിടെ ഇത് പാടില്ല എന്ന് പറഞ്ഞവരെ ആട്ടിപ്പായച്ചതായിട്ടുള്ള സംഭവം. ഒന്നൊന്നായി പല സംഭവങ്ങൾ ഈ ദിവസങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ട്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിച്ചു എന്ന് വന്നേക്കാം, നിങ്ങളെ ഉപദ്രവിച്ചു എന്ന് വന്നേക്കാം. ഇതൊക്കെ നമ്മളെ വളരെ വേദനപ്പെടുത്തുന്ന സംഭവങ്ങളാണ്. എൻ്റെ ചിന്തയിൽ ഇതൊക്കെ ചില നമ്മൾ കുറച്ചുകൂടെ ഫലം കായ്ക്കാൻ ദൈവം തരുന്ന അവസരങ്ങളായിരിക്കാം. ഫലം പുറപ്പെടുവിപ്പാനായി ദൈവം തരുന്ന അവസരങ്ങളാണ്. ഇതിനോടുള്ള പ്രതികരണമൊക്കെ എന്താണ്? പ്രതിഷേധമല്ല. ഇത് അപലപനീയമാണെന്നുള്ളത് സംശയമില്ല. ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് ഏത് വിശ്വാസവും വെച്ച് പുലർത്തുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുള്ളപ്പോൾ, അത് വിശ്വസിക്കുവാനും പ്രേരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന തരുമ്പോൾ അതിനെതിരായി ഒരു ഗ്രൂപ്പ് വരുന്നത് നമുക്ക് വളരെ വേദനാജനകമാണ്. എന്നാൽ പ്രതിഷേധിക്കുകയല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നന്മയാൽ തിന്മയെ ജയിക്കുക. എന്ത് ദോഷമാണ് കഴിഞ്ഞ നാളുകളിൽ വിശ്വാസ സമൂഹം, ഒരു ചെറിയ ന്യൂനപക്ഷമാണെങ്കിലും ഇന്ത്യയിൽ ചെയ്തിട്ടുള്ളത്? കഴിയുന്നിടത്തോളം നന്മ ചെയ്യാൻ മനഃപൂർവ്വമായി ശ്രമിച്ച ഒരു വിശ്വാസ സമൂഹം. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നിരാശപ്പെട്ടു പോകേണ്ട കാര്യമില്ല. അതിനോട് വലിയ പ്രതിഷേധ സ്വരം വരുത്തുകയല്ല നമ്മുടെ ആവശ്യം. പ്രാർത്ഥിക്കുക, കർത്താവേ, ഞങ്ങളുടെ നല്ലതുപോലെ ഫലം പുറപ്പെടുവിക്കുന്നതിലൂടെ ഞങ്ങളെ ആരും തള്ളിക്കളയുന്നതിനിടയാകാത്ത വിധത്തിലുള്ള സാക്ഷ്യജീവിതം നയിപ്പാൻ. അവിടെയാണ് യേശു കർത്താവ് പറയുന്ന മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെയോ പ്രയാസങ്ങളെയൊക്കെ ആ വിധത്തിൽ കണ്ടുകൊണ്ട് പുതിയ വർഷം മുന്നോട്ട് പോകുവാൻ ദൈവമേ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രയാസങ്ങളോ വേദനകളോ അവിടെ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ, കുറച്ചുകൂടെ മെച്ചമായി ക്രിസ്തീയ സാക്ഷ്യം നിറവേറ്റിക്കൊണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങളെയൊക്കെ പ്രതിരോധിക്കുവാൻ വിശ്വാസ സമൂഹം എന്ന നിലയിൽ നമുക്ക് കഴിയുവാൻ ഇടയാകട്ടെ എന്നതിനെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്.